എല്ലാ വിദ്യാർത്ഥി അവകാശ പോരാട്ടങ്ങൾക്കും മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI. ഈ കേരളത്തിനകത്ത് SFI നടത്തിയ അവകാശ പോരാട്ടങ്ങളുടെ ഭാഗമായി കൂടിയാണ് ഇന്ന് നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത്, സ്കൂളുകൾക്കകത്ത് സ്വതന്ത്രമായി നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, കുഞ്ഞനുജന്മാർക്ക് ഇരുന്ന് പഠിക്കുവാനുള്ള അന്തരീക്ഷം ഈ കേരളത്തിലും രാജ്യത്തുമെമ്പാടും വികസിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. അപ്പോഴാണ് ഈ മാരാരിക്കുളത്ത് ഒരു കോണിൽ മാത്രം കിടക്കുന്ന ഈ സ്കൂളിനകത്ത് ഞങ്ങളാണ് ഏറ്റവും വലിയ അധികാരികളെന്ന് പ്രഖ്യാപിച്ച് ചമഞ്ഞിരിക്കുന്ന കുറെ അധ്യാപകർ ഈ കാട്ടൂർ സ്കൂളിനകത്ത് കയറി ഇരിക്കുന്നത്. രാജഭരണത്തിന് കീഴിലായിരുന്നെങ്കിൽ രാജാക്കന്മാർക്ക് കപ്പപ്പണം കൊടുക്കുന്ന തൊട്ടടുത്തുള്ള ആളുകൾക്ക് ചില പ്രത്യേക അധികാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാജഭരണം പോയത് ഇവരാരും അറിഞ്ഞിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. രാജഭരണ കാലത്തായിരുന്നെങ്കിൽ ഇത് അംഗീകരിക്കാമായിരുന്നു. ജനാധിപത്യ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിരിക്കുന്ന ജനാധിപത്യവൽക്കരണം രാജ്യത്തിന് തന്നെ മാതൃകയായ ജനാധിപത്യവൽക്കരണമാണ്. ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ കൂടി ആ വിദ്യാർത്ഥിക്കുണ്ടാകുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ള നാടിന്റെ പേര് കൂടിയാണ് കേരളം. ആ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്കൂളിനകത്താണ് ഒരു 13 വയസ്സുകാരന് ദാരുണമായി അന്ത്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ഈ അന്ത്യത്തിന്റെ ഒരേ ഒരു ഉത്തരവാദി, ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദി ആ കുട്ടി ആത്മഹത്യ ചെയ്തതാണെങ്കിൽ പോലും ആ കുട്ടിയുടെ ആത്മഹത്യ ഒരു കൊലപാതകമാണ് എന്ന് ഞങ്ങൾ ഈ നാടിനോട് വിളിച്ചു പറയുകയാണ്. ആ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ അച്ചടക്കമെന്ന ശാസനയുടെ വാളുയർത്തി ഈ നാട്ടിലെ കുഞ്ഞുങ്ങളെയാകെ ഞങ്ങളുടെ കീഴിലങ്ങ് അണനിരത്തിക്കളയാമെന്ന് തെറ്റിദ്ധരിക്കുന്ന അധ്യാപക ഹംബോധത്തിന്റെ കൊലപാതകത്തിന്റെ ഇരയാണ് പ്രിയപ്പെട്ട ഞങ്ങളുടെ കുഞ്ഞനുജൻ. ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഇവിടെ കയറിയിരിക്കുന്നുണ്ടല്ലോ ചില അധ്യാപകരുടെ പേരുകളൊന്നും ഞാനിപ്പോ ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ പേരെടുത്തു പറയണമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ക്രിസ്തുരാജ്, പിന്നാലെ ഒരു പേര് ഒരാളുണ്ടല്ലോ, ഒരു രശ്മി. ഈ 2 അധ്യാപകരാണ് ഞങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ ഈ കുട്ടിയുടെ മരണത്തിന് നേരിട്ട് ഉത്തരവാദികളായി ഞങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഒരു 2 പേര് മാത്രമൊന്നുമല്ല കേട്ടോ. ഇങ്ങനെ കുട്ടികളെ പീഡിപ്പിക്കാൻ ഇവർക്ക് ആർക്ക് അധികാരം കൊടുത്തത്? കുട്ടികളെ സ്കൂളിലേക്ക് രക്ഷിതാക്കൾ അയക്കുന്നത് പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ? കുട്ടികളെ രക്ഷിതാക്കൾ സ്കൂളിലേക്ക് പഠിക്കുന്നത് ഈ സ്കൂളിലെ അധ്യാപകരെ വിശ്വസിച്ചിട്ടല്ലേ? അങ്ങനെ വീട്ടിലിരിക്കുന്ന അധ്യാപകർ വിശ്വസിച്ച് തന്റെ മക്കൾ നല്ലവരായി പഠിച്ച് നല്ല വിദ്യാഭ്യാസം നേടി പുറത്തിറങ്ങുന്ന സ്വപ്നം കണ്ട് ഇതുപോലെയുള്ള സ്കൂളുകളിലേക്ക് അയക്കുമ്പോ അകത്തിരിക്കുന്നവരുടെ വിചാരം ഇനിയെല്ലാം ഞങ്ങളങ്ങ് തീരുമാനിക്കുന്ന പോലെ കുട്ടികൾ ചെയ്തോളണമെന്ന. അച്ചടക്കമൊക്കെ വേണം സ്കൂളിനകത്ത്, ഞങ്ങൾ വേണ്ടെന്നൊന്നും അഭിപ്രായക്കാരൊന്നും. അച്ചടക്കം വേണം, പക്ഷേ അമിത അച്ചടക്കത്തിന്റെ വാളുയർത്തി സ്കൂളിലെ കുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ പ്രിയപ്പെട്ടവരെ കയ്യും കെട്ടി ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ വേണ്ടി കഴിയില്ല. നിങ്ങളുടെ പീഡനത്തിന്റെ ഇരയാണ്. നിങ്ങൾ പടുത്തുയർത്തിയ ശാസനത്തിന്റെ അടിയേറ്റ് വാങ്ങിയതിന്റെ മാനഭംഗം കൊണ്ടാണ് ആ കുട്ടി ആത്മഹത്യക്ക് വിധേയനായത്. നിങ്ങൾ കൊന്നുകളഞ്ഞതാണ് ഈ കുട്ടിയെ, നിങ്ങൾ അരുങ്കൊല ചെയ്തതാണ് ഈ കുട്ടിയെ. നിങ്ങൾക്കില്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തി നിങ്ങൾ ആക്രമിച്ചതിന്റെ ഭാഗമായി മരിച്ചു വീഴപ്പെട്ട കുട്ടിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞൻ. ഞങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. ഈ കേരളത്തിൽ ഒരു സ്കൂളിൽ ഞങ്ങൾ ഇത് വെച്ച് ഉറപ്പിക്കില്ല. കാട്ടൂർ സ്കൂളിൽ ഞങ്ങൾ വെച്ച് ഉറപ്പിക്കില്ല. ഞങ്ങൾക്ക് നിരവധിയായ പരാതികളാണ് അധ്യാപകരെ സംബന്ധിച്ച് ഈ സ്കൂളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധിയായ പരാതികൾ. മിണ്ടിയാൽ ഫൈൻ, തുമ്മിയാൽ ഫൈൻ, ചിരിച്ചാൽ ഫൈൻ, ക്ലാസ്സിലൊന്ന് വരാൻ താമസിച്ചാൽ ഫൈൻ, പനിയായിട്ടൊന്ന് താമസിച്ച് വന്നാൽ ഡോക്ടറെ കാണാൻ പോയാൽ ഫൈൻ. അങ്ങനെ തിരിഞ്ഞാലും പിരിഞ്ഞാലും ഫൈൻ ഏർപ്പെടുത്താൻ ഇവരെ ആരാ കപ്പം പിരിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? കപ്പം പിരിക്കാൻ ചുമതലപ്പെടുത്തിയവരാണോ അധ്യാപകർ? അങ്ങനെ ഫൈൻ മാത്രമാണോ ഈടാക്കുന്നത്? എന്തെങ്കിലും നിസ്സാരമായ ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ പർവ്വതീകരിച്ച് കാണിച്ച് വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നത് ഏത് അധ്യാപക പാഠശാലയിൽ പഠിച്ച അധ്യാപന രീതിയാണെന്ന് ഈ അധ്യാപകർ ഞങ്ങളോട് പറയാൻ തയ്യാറാവണ്ടേ? ഞങ്ങൾക്കിതിനെ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കാനും തീരുമാനിച്ചിട്ടില്ല. ഇനി എത്ര വലിയ മണിമേടക്കകത്ത് പോയി ഒളിച്ചിരുന്നാലും ഈ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദിയായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ ഞങ്ങൾ ഈ പോരാട്ടം അവസാനിപ്പിക്കില്ല. ഞങ്ങളുടെ ഈ പോരാട്ടം അധികാരികളുടെ അമിതാധികാര പ്രവണത ഉപയോഗിച്ച് ഈ നാട്ടിലെ കുഞ്ഞുങ്ങളെ വേട്ടയാടുന്നതിനെതിരായിട്ടാണ്. ഞങ്ങളുടെ ഈ പോരാട്ടം കുഞ്ഞുങ്ങളെ അകാരണമായി ആക്രമിക്കുന്നവർക്കെതിരായിട്ടാണ്. ഞങ്ങളുടെ ഈ പോരാട്ടം അച്ചടക്കം പഠിപ്പിക്കുന്നു എന്ന വ്യാജേന കുട്ടികളെ വളഞ്ഞിട്ട് ഞെരുക്കി കൊല്ലുന്ന ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറുകൾക്കെതിരെയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. ഞങ്ങൾ ഇന്നിവിടെ സൂചനാ സമരമാണ് ആദ്യഘട്ടത്തിൽ ആലോചിച്ചിരിക്കുന്നത്. ഇത് അധികാരികൾക്കുള്ള സൂചനയാണ്. ഇത് കോളേജ് അധികാരികൾക്കുള്ള സൂചനയാണ്. ഒരു കാരണവശാലും ഇത്തരം കൊള്ളരുതായ്മകൾക്ക്, അനീതികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരുത്തനെ അധ്യാപകന്റെ ലേബലിൽ ഇതിനകത്തിന് കയറ്റിയിരുത്താൻ അധികാരികൾ തയ്യാറാവരുത്. ആ സൂചനയാണ് ഈ സമരത്തെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഈ കൊള്ളരുതായ്മകൾ കാണിക്കുന്ന, ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്ന, കുട്ടികളെ പീഡിപ്പിക്കാൻ തയ്യാറാവുന്ന, ഒരു മടിയുമില്ലാതെ മർദ്ദിക്കാൻ തയ്യാറാവുന്ന
ഇത്തരം ക്രിമികീടങ്ങളെ അധ്യാപകർ എന്ന പേരിൽ ഇനി ലേബല് കുത്തി ചാപ്പ കുത്തി ഈ സ്കൂളിനകത്ത് കയറ്റരുത്. ഇത് സൂചനയാണ്. ഇതിന് ഉത്തരവാദിയായവരെ പിടിക്കണം. ഇത് സൂചനയാണ്. ഈ കുട്ടിയുടെ മരണത്തിന്, കൊലപാതകത്തിന് ഉത്തരവാദിയായിട്ടുള്ള മുഴുവൻ പേരെയും അക്കമിട്ട് നിരത്തി കണ്ടുപിടിച്ച് അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും വേണം, നിയമ നടപടി സ്വീകരിക്കുകയും വേണം. ഇത് സൂചനാ സമരമാണ്. ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സൂചന കൊണ്ട് SFIയുടെ സമരം അവസാനിക്കും എന്നൊരാളും വ്യാമോഹിക്കേണ്ടതില്ല. കഴിഞ്ഞ 53 വർഷക്കാലത്തെ ചരിത്രം, SFI സമരങ്ങളുടെ ചരിത്രം ഒന്നെടുത്ത് പരിശോധിച്ചാൽ ഇവിടുത്തെ അധ്യാപകർക്ക് നന്നായി മനസ്സിലാകും എന്താണ് SFI സമരത്തിന്റെ പ്രത്യേകത എന്ന്. ഒന്ന് ആഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒന്ന് തീരുമാനിച്ചൊരു മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് തീരുമാനിച്ച് കൊടിയുമെടുത്ത് റോഡിലൂടെ പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ പ്രകടനം നടത്തിയതിന്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കാതെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സമരം അവസാനിച്ചതിന്റെ ചരിത്രം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ 54 വർഷക്കാലത്തെ ചരിത്രത്തിലില്ല. ആ സമരം തന്നെയാണ് ഇവിടെയും ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ മുഴുവൻ കുറ്റക്കാരെയും കണ്ടെത്താതെ, ഈ മുഴുവൻ കുറ്റക്കാരെയും ശിക്ഷയ്ക്ക് വിധേയപ്പെടാതെ, ഇനി ഒരു കുഞ്ഞിന് പോലും, ഞങ്ങളുടെ പ്രിയപ്പെട്ടൊരു കുഞ്ഞനുജന് പോലും ഇനി ഈ ഒരു ഗതി വരില്ല എന്ന് ഉറപ്പുവരുത്താതെ ഞങ്ങളുടെ ഈ സമരം അവസാനിക്കില്ല. ഇത് ആദ്യഘട്ട സമരമാണ്. ഇനി ഇവിടെ ഇരിക്കേണ്ടി വന്നാൽ മരണം വരെ ഇരിക്കാൻ ഞങ്ങൾ തയ്യാറാവും. ഇനി പോരാടേണ്ടി വന്നാൽ ഇനി എത്ര തീക്ഷ്ണമായ പോരാട്ടങ്ങൾ എടുക്കാനും ഞങ്ങൾ തയ്യാറാവും. ഞങ്ങളെ ഗേറ്റിന്റെ അവിടെ വെച്ച് തടയാനൊക്കെ ചിലർ ശ്രമിച്ചു. ഞങ്ങൾ പറഞ്ഞു, അധികാരികൾ വന്നപ്പോ ഞങ്ങൾ വളരെ ലാളിത്യത്തോടെ, ഞങ്ങൾ വളരെ സ്നേഹത്തോടെ അവരോട് പറഞ്ഞു, ഞങ്ങൾ ഇന്ന് തീരുമാനിച്ചിരിക്കുന്ന മാർച്ച് SFIയുടെ ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ചേർന്ന് ഇന്നത്തെ ദിവസം ഈ 19-ാം തീയതി തീരുമാനിച്ചിരിക്കുന്ന മാർച്ച് ഗേറ്റിന്റെ അവിടെ അവസാനിപ്പിക്കാനാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, നിങ്ങൾ ബാരിക്കേഡിന്റെ അവിടെ അവസാനിപ്പിക്കണം. അപ്പൊ ഞങ്ങൾ വീണ്ടും പറഞ്ഞു, ഞങ്ങൾ ഇന്ന് തീരുമാനിച്ചിരിക്കുന്ന മാർച്ച് ഗേറ്റിന്റെ അവിടം വരെയാണ്, ഞങ്ങൾ ഗേറ്റ് കടന്നു പോകില്ല. അതാ SFIയുടെ സമരം ഇപ്പോ കാട്ടൂർ സ്കൂളിന്റെ ആർക്കും കടക്കാൻ അവകാശമില്ലെന്ന് സ്വയം പ്രഖ്യാപിച്ച് രാജാക്കന്മാരായിരിക്കുന്ന അധ്യാപകരുടെ മൂക്കിന് തുമ്പത്ത് ഗേറ്റിന് താഴെ വന്ന് ഞങ്ങൾ നിപ്പുണ്ട്.